ഇവിടെ ഈ ചൂതുപാറ എന്നുള്ള ഒരു പേരിന്റെ പിന്നിൽ എന്തൊക്കെയോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. ചേട്ടൻ എന്തെങ്കിലും അറിയോ? ചൂതുപാറന്റെ ചരിത്രത്തിൽ പറയുന്ന ചൂത് കളിച്ച സ്ഥലം എന്ന് പറയുന്നത് പാണ്ഡവന്മാര്. അതിന്റെ ചെറിയ ചെലവുകളൊക്കെ അവിടെ ആ പാറന്റെ മുകളിൽ ചെറിയ അടയാളങ്ങൾ കാണുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പുറകോട്ട് പോയാൽ കൊടും വനമായിരുന്ന പ്രദേശങ്ങളിലൊക്കെ മനുഷ്യരെത്തി കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെയുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന എല്ലാ നാടുകളും രൂപപ്പെട്ടു വന്നത്. മനുഷ്യൻ തൻ്റെ വാസസ്ഥലം കണ്ടെത്തുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ സാന്നിധ്യമാണ്. വയനാട്ടിലെ ഒരു കൊടുങ്കാട്ടിൽ ഒരിക്കലും വറ്റിപ്പോകാത്ത ശുദ്ധജലത്തിൻ്റെ ഉറവിടം കണ്ടെത്തി അവിടെ ഒരു കേണി രൂപപ്പെടുത്തി അതിനെ ചുറ്റിപ്പറ്റി താമസം തുടങ്ങി. പിന്നീട് ഒരു ഗ്രാമമായി ആ കേണിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന വയനാടിൻ്റെ തന്നെ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതുമായ ഒരു നാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ്, ഞാനിന്ന് വയനാടിൻ്റെ ചരിത്രമൊക്കെ ഉറങ്ങുന്ന ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഒരു കേണീൻ്റെ ചുറ്റിലും മനുഷ്യവാസം ഉണ്ടായി അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. വയനാട് ജില്ലയിലെ കേണിച്ചിറ ഒരു ശാന്തമായ പ്രദേശമാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ, കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 15 to 16 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേണിച്ചിറ എത്താൻ പറ്റും. കേണിച്ചിറ ടൗണിന് ചുറ്റുഭാഗത്തും നിരവധി ഗ്രാമങ്ങളുണ്ട്. കൃഷിയൊക്കെ തന്നെയാണ് ഇവിടത്തേക്ക് പ്രധാന ഉപജീവനം. കാപ്പി, കുരുമുളക് തോട്ടങ്ങൾ, നെൽകൃഷി, പച്ചപ്പാർന്ന മലനിരകൾ, ഇതൊക്കെ തന്നെയാണ് ഈ ഗ്രാമത്തിലെയും പ്രധാന പതിവ് കാഴ്ചകൾ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളും ഈ കേണിച്ചിറയിലുണ്ട്. അത് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം. കേണിച്ചിറ എന്ന ഈ നാട് തന്നെ വയനാടിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നാടാണ് ഈ കേണിച്ചിറ. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം വയനാടിൻ്റെ പൊതുചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പുരാതന കാലത്ത് വയനാട് പ്രദേശം വേട രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു. പിന്നീട് കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്വാധീനത്തിലായി. 18-ാം നൂറ്റാണ്ടിലെ ഹൈദർ അലിയും പിന്നീട് ടിപ്പു സുൽത്താനും വയനാട് ഭരിച്ചു. ടിപ്പു സുൽത്താന്റെ കാലശേഷം ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്തി. അന്ന് പഴശ്ശിരാജയും കുറിച്യ, കുറുമ ഗോത്രവിഭാഗങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി. അന്ന് പഴശ്ശിരാജയെ പിടികൂടാനായി ബ്രിട്ടീഷ് ഔട്ട് പോസ്റ്റ് നിർമ്മിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ കേണിച്ചിറ. നമ്മൾ കേണിച്ചിറ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് കേണിയാണ്. അതായത് ഇവിടുത്തെ വറ്റാത്തൊരു കേണിയുണ്ട്. ആ കേണിയെ ചുറ്റിപ്പറ്റിയാണ് ഈ നാടന്നെ ഉണ്ടായത്. നമ്മൾ ആദ്യം ആ കേണി ചെന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ കേണിച്ചിറ ടൗണിലുള്ള ജംഗ്ഷൻ. ഇവിടുന്ന് 2 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് പുൽപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നത്. കേണിച്ചിറ ടൗണിൽ നിന്ന് ഇവിടുന്ന് ഈ ഇടവഴിയിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. അതിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാലാണ് കേണി എന്ന് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. കള്ള് ഷാപ്പിൻ്റെ സൈഡിലൂടെയാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ ഈ കിണറുണ്ടല്ലോ, ഇതിപ്പോൾ കിണറാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നു അതിൻ്റെ ഉറവിടം. അതായത് ഇതൊരു കുളം പോലെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ അത് പഞ്ചായത്ത് ഇങ്ങനെ ആക്കി പണിതൊരു കിണർ രൂപത്തിലാക്കിയിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കേണിച്ചിറ എന്നുള്ള പേര് വന്നത്. ഇതൊരു ഉറവ വന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കുളം പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം. പിന്നീട് ഈ വെള്ളം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായി. ഇവിടെ ജനവാസം ഉണ്ടായി, വനമേഖലയായിരുന്നു. പിന്നീട് ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടം ഈ സ്ഥലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് കേണിച്ചിറ എന്നുള്ള പേര് ഇതിന് വന്നു. അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഏത് സമയത്തും നല്ല തെളിഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ഇതിലൂടെ ഒഴുകി വരുന്നുണ്ടോ? ഇത് ഒഴുകി പോകുന്നത് നേരെ ചെന്ന് പനമരം പുഴയിൽ ചാടി പിന്നെ കബനി റിവറിൽ ചെന്ന് അവസാനം. അതാണ് ഇതിലൂടെ ഒഴുകിയാണ് പോകുന്നത്. ഇനി കോൺക്രീറ്റിൻ്റെ ഒരു
ഇത് വെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒഴുകിയാണ് പോകുന്നത്. നമ്മൾ പുറമേ ഇങ്ങനെ കാണുമ്പോൾ കിണറാണെങ്കിലും ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് അതൊരു പരിധിക്കപ്പുറം നിറയുമ്പോൾ ഈ കനാൽ വഴി ഒഴുകി അങ്ങനെ പുറത്തേക്കാണ് പോകുന്നത്. കിണർ കണ്ട് നമ്മൾ ഇനി ഇവിടുത്തെ ചില ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ്. എല്ലാം ഈ കിണറിൻ്റെ പേരിലായാലും ഇല്ല മറ്റുള്ള ഇവിടുത്തെ ഓരോ നിർമ്മിതികളുടെ പേരിലായാലും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കണിച്ചിറ എന്ന് പറഞ്ഞത്. കണിച്ചിറ എന്ന് പറഞ്ഞാൽ മറ്റൊരു കൗതുകമുള്ളൊരു കാഴ്ചയുണ്ട്. അവിടെ ഒരു പുക പരിശോധന പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു വണ്ടിൻ്റെ ഫ്രണ്ടേജ് എടുത്തിട്ട് ആ ബോണി മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സെറ്റപ്പ് ആയിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്നത്. ഫോണൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ, ബസ്സിന്റെ ഫ്രണ്ടേജ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേറെ നിൽക്കൂര, പിന്നെ അവിടെ ഇരിക്കാനുള്ളൊരു സീറ്റും. അങ്ങനെയുണ്ട് പരിപാടി. റൈറ്റ് ആണ്. മോണിറ്ററൊക്കെ ഉണ്ട് കേട്ടോ. മോണിറ്റർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു സ്പീക്കർ ബോക്സ് എന്തൊക്കെ ഉണ്ട് ഇടയിൽ കിടക്കാൻ. ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഫോട്ടോസാണ് ഇവിടെ. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കും ഈ സംഭവങ്ങളൊക്കെ. അതിൻ്റെ ആൾക്കാരൊക്കെയാണ് ഈ കാണുന്നത്. അതിൻ്റെ വർക്ക് നടന്നു വന്നിരുന്നത് എടുത്തുകൊണ്ട് വന്നത് ഫോട്ടോസ് ആയത് ഇവിടെ വെച്ചിട്ടുണ്ട്. മുൻഭാഗത്ത് നോക്കിയപ്പോൾ മോണിറ്ററാണെന്ന് വിചാരിച്ചു. പക്ഷേ മോണിറ്റർ അല്ല, മിററാണ്. ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാർക്ക് സൗന്ദര്യമൊക്കെ ചെക്ക് ചെയ്യാനുള്ളതും സമയം നോക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ മൂലക്കായിട്ടൊരു പാട്ട് പെട്ടി വെച്ചിട്ടുണ്ട്, ഒരു ടേപ്പ് റെക്കോർഡർ. എന്തായാലും അടിപൊളി. ഇനി നമ്മൾ പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്. അതായത് കേണിച്ചിറ ഈ ചെറിയൊരു ടൗണിന് ചുറ്റിപ്പറ്റി ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. നിരവധി ഗ്രാമങ്ങളിലും പഴയ കാലത്തെ ചരിത്ര അവശേഷിപ്പുകളോ ശേഷിപ്പുകളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ കണ്ടിരുന്നു. അത് പ്രധാനപ്പെട്ടത് ഇവിടെ ആദ്യമായിട്ട് വന്ന ആദിമനിവാസികൾ, അതായത് ആദിവാസികൾ എന്ന് പറയപ്പെടുന്ന ആദിമനിവാസികൾ വന്നതിന് ശേഷം കർണാടക ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരവധി ജൈനമതക്കാരൊക്കെ ഇവിടെ വന്ന് അവർ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്ഷേത്ര അവശിഷ്ടങ്ങളൊക്കെ പല ഭാഗത്തും ഉണ്ട് എന്ന് ഗൂഗിളിൽ നമ്മൾ കണ്ടു. പക്ഷെ അത് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് പോലും ഞാനത് അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് പറയാൻ അറിയുന്നില്ല. നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചൂതുപാറയെ കുറിച്ച് അറിഞ്ഞത്. ചൂതുപാറ നല്ലൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം, അതിനെ ചുറ്റിപ്പറ്റി ചെറിയ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വളരെയധികം കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു പഴയ രീതിയിലുള്ളൊരു ഗ്രാമം ആണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നേരെ ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഞാൻ കേണിച്ചിറ എന്നൊരു 4 കിലോമീറ്റർ അങ്ങോട്ട് വന്നിട്ട് ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ജസ്റ്റ് 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇതൊരു കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടുത്തെ. കാരണം ഇവിടെ ഒരു ക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ്. അതുമാത്രമല്ല ഇതിന് കുറേ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഈ സ്ഥലത്തിന്. ഇതാണ് ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലം. ഒരു നടുക്കന്നൊരു ആൽമരം ഉണ്ട്. അതിൻ്റെ ചുവട്ടിലൊരു ആൽത്തറ പോലെ ഇങ്ങനെ വട്ടത്തിൽ കെട്ടി വെച്ചിരിക്കുന്നു. പിന്നെ ചെറിയ കടകളും വാഗമരങ്ങളും ഒരു മൈതാനം പോലത്തെ ഒരു സ്ഥലം ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് ആളുകൾ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്, പാടങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇവിടുത്തെ ചൂതുപാറിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ചേട്ടൻ്റെ പേരൊന്ന് പറയും. എൻ്റെ പേര് സഹദേവൻ. സഹദേവൻ. ഇവിടെ ഈ ചൂതുപാറ എന്നുള്ള ഒരു പേരിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. ചേട്ടൻ എന്തെങ്കിലും അറിയോ? ചൂതുപാറന്റെ ചരിത്രത്തിൽ പറയുന്ന ചൂത് കളിച്ച സ്ഥലം എന്ന് പറയുന്നത് പണ്ഡവന്മാര്
പാണ്ഡവന്മാരോടൊന്ന് ചൂതുകളിച്ചു പണ്ട് കാലത്ത്. അതിന്റേതായ എന്തെങ്കിലും അതിന്റെ ചെറിയ ചെലവുകളൊക്കെ അവിടെ ആ പാറന്റെ മുകളിൽ ചെറിയ അടയാളങ്ങൾ കാണുന്നുണ്ട്. അത് വെച്ചാണ് പറയുന്നത് ചൂതുപാറത്. വേറെ എന്തെങ്കിലും ചരിത്ര പ്രധാനമായിട്ട് എന്താ ക്ഷേത്രം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ ക്ഷേത്രം? ആ ക്ഷേത്രമുണ്ട്, മാനിയൂർ ക്ഷേത്രം. അത് ഇതിന്റെ അടുത്താണ്. ഒരു 30 ഏക്കർ സ്ഥലത്തിന്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേകതകളോ? പ്രത്യേകതകൾ ഏത് സമയത്തും വെള്ളം അങ്ങനെ വന്ന് അതിന്റെ ഇതിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, വിഗ്രഹത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? ഇപ്പോഴും ഉണ്ട് അങ്ങനെ. ആ വെള്ളം ഇപ്പൊ പോയാൽ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റും. അവിടെ വലിയ ഉത്സവങ്ങളും മറ്റൊക്കെ നടക്കും. തീർത്ഥാടകർ ഉത്സവങ്ങളൊന്നും നടക്കാറില്ല. ഇടയ്ക്ക് 2-3 കൊല്ലം കൂടുമ്പോ ഒരു മറ്റേ നടക്കാറുണ്ട്, ഉത്സവം നടക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ജനങ്ങളെ ജീവിത രീതിയൊക്കെ എങ്ങനെ, എന്താണ് അവരുടെ വരുമാന മാർഗം? വരുമാനമാർഗം കൂലിപ്പണിക്കാരാണ്. കൃഷിപ്പണിക്കാരാണ്. അവർക്ക് കൂലിപ്പണിക്കാരുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കി ചേട്ടനുണ്ട്, ജനാർദ്ദൻ ചേട്ടന്റെ കടയാണ് ഈ കാണുന്നത്. ഒരു പലചരക്ക് കച്ചവടമൊക്കെ ആയിട്ട് നിൽക്കുന്നു. വേറൊരാളും കൂടെ എത്തിയിട്ടുണ്ട്. വലിയ ചുമടൊക്കെ ചുമന്നപ്പോ വന്ന് കടയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ചുമട? നിങ്ങൾ കൊടുത്ത കടയിലിട്ടാണോ? അല്ല, കടയിൽ ഞാൻ വായ്പ എടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. താൽക്കാലികമായി വായ്പ എടുത്തത് കോർപ്പറേഷന് കിട്ടുന്നതാണോ? അങ്ങനെ കാലത്തിട്ട് സൊസൈറ്റി തീർന്നു പോയപ്പോ ചേട്ടന്റെ വായ്പ എടുത്തു. അതിപ്പോ തിരിച്ചു കൊടുക്കാറ്. കൃഷ്ണൻകുട്ടി. കാലിവളത്തിലായിരിക്കും. കാലിവളത്തിലും ചില്ലറ പണികളായിട്ട് ഇങ്ങനെ പോകുന്നു, കൃഷികളായിട്ട്. പാലൊക്കെ കറക്കുന്നുണ്ടോ? പാലൊക്കെ കറക്കുന്നുണ്ട്. സ്ഥിതിയല്ലേ പാല് കറക്കുന്ന സ്ഥിതിയല്ലേ. അലർജി. പാല് കറക്കുമ്പോൾ അലർജി ഉണ്ടാവും. പാല് കറക്കുമ്പോഴാണ് അലർജി ഉണ്ടാവുന്നത്. അതിപ്പോ പാല് ഇപ്പൊ കുറഞ്ഞു കൂടിയല്ലേ നിൽക്കുന്നത്. ഇപ്പൊ കുറച്ച് 10-15 ലിറ്റർ ഉള്ളൂ. അപ്പൊ ഒരു പശുവിനെ കറക്കാൻ അധികമില്ല. ബാക്കിയുള്ള 1-2 ചെറിയാണ്. അങ്ങനെ പോകുന്നു. ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിച്ചു. അതെ, നമുക്ക് ഹാപ്പി ഒരു കുറവില്ല. ഇതാണ് മീനങ്ങാടി കേണിച്ചിറ ബസ് സർവീസാണിത്. ഇതുവഴി ഇങ്ങനെ പോകുന്ന 2-3 സർവീസ് ഉണ്ട്. ആ ബസ്സാണ് ഇപ്പോൾ പോകുന്നത്. അത് ഗ്രാമത്തിന്റെ ഒട്ടുമൊത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ഇവിടെ ഒരു ആദർശ് ഫ്ലോർ മില്ല് എന്ന് പറഞ്ഞിട്ടൊരു മില്ലുണ്ട്. അവിടെ നെല്ല് കുത്തി കൊടുക്കുക മറ്റൊക്കെ ഉള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഇവിടുത്തെ ഏറുമാടം പോലത്തെ കടകളൊക്കെ ഇവിടെ കുറേ ഉണ്ട്. കണ്ടല്ലേ, നമ്മളിപ്പോൾ വന്നത് ഉച്ച സമയത്താണ്. ഏകദേശം മഴക്കാറൊക്കെ മൂടി നിൽക്കുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കടകളൊക്കെ അടഞ്ഞു കിടക്കണം. ഏകദേശം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കടകളും ഓപ്പൺ ആവും. ഇവിടെ കുറേ ആൾക്കാർ കൂടും ഒക്കെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആളില്ലാത്ത. വൈകുന്നേരം സമയത്ത് വരണം ഇവിടെ ആൾക്കാരൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. ഇവിടെ ഒരു ആൽത്തറയുണ്ട്. അതാണ് ബസ് വരുന്ന സ്ഥലം. ബസ്സിൽ കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ട് അവിടെ. പോസ്റ്റ് ഓഫീസ് ഇതിൻ്റെ അകത്താണ്. വേൾഡ് കപ്പിൻ്റെ ആരവങ്ങൾ ഇവിടെ തുടങ്ങി. ഫ്ലക്സുകളൊക്കെ പ്രത്യക്ഷമായിട്ട് തുടങ്ങി. പോർച്ചുഗലിൻ്റെ ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ. അപ്പുറത്ത് വേറെ ബ്രസീലിൻ്റെയും വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ബ്രസീലിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലക്സുകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും വരും ഒരുപാട് കൂടെ. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അതിൻ്റെ കെട്ടിടമാണ് അവിടെ. ലൈബ്രറിക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. ഏകദേശം 10-22 ഏക്കർ സ്ഥലം ഇതിൻ്റെ പരിസരത്ത് ലൈബ്രറിൻ്റെ ഉടമസ്ഥതയിലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു സംഭവം ഉള്ളത്, ഇവിടെ ഒരു വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഇത് അർജൻറ്റീനയുടെ ഫ്ലെക്സ് ഇവിടെ കിടക്കുന്നുണ്ട്. വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. വോളിബോൾ മീൻസ് വോളിബോൾ മാത്രമേ ഉള്ളൂ. വോളിബോൾ നെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ആൾക്കാർ കളിക്കാനാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് അല്ലല്ല തുറന്നു വെച്ചിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു വോളിബോൾ ഗ്രൗണ്ട് ഇവിടെ. അതിൻ്റെ മുകളിൽ നല്ലൊരു മരം, വാഗമരങ്ങളാണ്.
നല്ല തണലേ, വെയിൽ സമയത്ത് നല്ല തണലുണ്ടാകുന്ന ഒരു സ്ഥലമായിരിക്കാം. അപ്പം മഴക്കാറ് മൂടിയോണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല. പഞ്ചപാണ്ഡവർ വന്ന് ചൂത് കളിച്ച പാറ ഈ ഭാഗത്താണുള്ളത്. ഇപ്പോൾ പുല്ല് മൂടിയിരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ മുകളിൽ കാൽപാദങ്ങളും മറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ആ പാറയാണ്. ഇത് കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ആ പാറൻ്റെ മുകളിലാണ്. പക്ഷെ അത് ഒരു ചരിത്രം അതിനെ സംരക്ഷിക്കുന്ന രീതിയൊന്നും കാണുന്നില്ല. അത് കാട് പിടിച്ച് കിടക്കുന്നു. പക്ഷെ ഇവിടെയാണ് അത് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് ആ പാറയ്ക്ക് മുകളിലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. മറ്റൊരു സംഭവം ഉള്ളത്, ഒരു ക്രിക്കറ്റിൻ്റെ ഒരു കോർട്ടുണ്ട്. അവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിച്ച് സ്റ്റമ്പൊക്കെ നിൽക്കുന്നത് കാണാം. ക്രിക്കറ്റ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഏകദേശം മഴ പൊളിഞ്ഞാടാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ പൊളിഞ്ഞാടും. അതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമോ നോക്കാം. ഏതായാലും നല്ല മഴ പെയ്തു. ഞാൻ ഈ വഴി കൂടെ വണ്ടി ഇറക്കുന്നില്ല. ഇവിടെ ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണുള്ളത്. അത് അവിടെ ചേട്ടന്മാർ പറഞ്ഞത് ഇവിടെ ഫോറസ്റ്റായിട്ട് സംരക്ഷിച്ചതാണെന്ന്. ഒരു 30 ഏക്കറോളം ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അതൊരു വനമായിട്ട് സംരക്ഷിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും ഇപ്പോൾ മഴ പെയ്തു. ഇവിടെ ആളനക്കൊന്നുമില്ല. കുറച്ച് താഴേക്കൊരു 100 മീറ്റർ താഴേക്കാണ് ക്ഷേത്രം. എന്തായാലും പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകളെന്ന് കാണാം. ഇവിടെയൊക്കെ നല്ല കാട് തന്നെയാണ്. മുളങ്കാടും മറ്റും കാട്ടുമരങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ ഒരു മൈതാനം പോലെ ഉണ്ട്. വണ്ടി പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിനുള്ളൊക്കെ എങ്ങനെ നമുക്ക് അനുമതി ഉണ്ടോ ഇല്ലേ എന്നുള്ളതറിയില്ല. അതുകൊണ്ട് ചേട്ടന്മാർ നമ്മൾക്ക് പോകാനാണ് പറഞ്ഞത്. ഇറങ്ങി നോക്കാം. ആൾക്കാരൊന്നും കാണുന്നില്ല. എന്തായാലും പോയി നോക്കാം. ഇതൊരു ശിവക്ഷേത്രമാണ്. ഏകദേശം 30 ഏക്കറോളം സ്ഥലം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗമുണ്ട്. അതൊരു വനം പോലെ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രധാന ശ്രീകോവിലൊക്കെ അകത്തേക്കാണുള്ളത്. പക്ഷേ ഇതിൻ്റെ മുൻഭാഗത്തുള്ള കവാടം അടഞ്ഞാണ് കിടക്കുന്നത്. എൻ്റെ അടുത്ത് മുകളിൽ പറഞ്ഞിരുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഒരാളുണ്ടാവും എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കഥകളും പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആരും കാണാനില്ല. ഏതായാലും അപ്പുറത്ത് ഒരു റോഡ് കാണുന്നുണ്ട്. ആ റോഡിൻ്റെ അവിടെ ഒരു സ്കൂട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. ആളവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ കുറച്ച് നേരമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഡോർ അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്തിക്കണോ ആൾ പോയോ എന്നുള്ളത് അറിയില്ല. ഇവിടെ ഒരു ശിവലിംഗം എന്തോ ഉണ്ടെന്ന്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നൊരു ഒരു പ്രതിഭാസം ഉണ്ട് എന്നൊക്കെയാണ് അവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നമുക്ക് കാണാനൊരു നിർവാഹമില്ല. നല്ല മഴയാണ്. നല്ല ഇടിയും പൊട്ടുന്നുണ്ട്. ഇവിടെ അന്നദാനത്തിൻ്റെയൊക്കെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ. ഗൈസ്, വാച്ച്മാൻ ഇല്ലാത്ത കാരണം അവിടെ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാനതായാലും തിരിച്ച് കയറി. ഞാൻ ബൈക്ക് മേലെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു തന്നെയാണ്. സാധാരണ ഇവിടെ ഒരു വാച്ച്മാൻ ഉണ്ടാവാറുണ്ട് അത്ര. അത് പുള്ളി പോയി അതിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ പോയി കാണും. ഇനി അകത്തുണ്ടോയെന്നറിയില്ല, കാരണം അവിടെ വണ്ടിയും സ്കൂട്ടിയൊക്കെ ഇരിക്കുന്നു. ഏതായാലും അവിടെ ഞാൻ തിരിച്ചു. ഏകദേശം ഞാൻ പതുക്കെ കയറി മുകളിലേക്ക് വന്നു. ഇവിടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി കാണാനുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്കൊന്നും എത്താൻ മഴ അനുവദിക്കുന്നില്ല, നല്ല മഴയാണ്. നമ്മൾ വണ്ടിയിലായതുകൊണ്ട്, ബൈക്കിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മഴയായിട്ട് പോകാനായിട്ട്. പിന്നെ മാത്രമല്ല ഷൂട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മഴയും കൂടെ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഭയങ്കരമായിട്ട് ഇടി പൊട്ടുന്നുണ്ട്. ഇടി പൊട്ടുമ്പോൾ നമുക്കൊരു ഒരു ധൈര്യക്കുറവ് പോലെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പുതിയ സബ്ജക്റ്റായിട്ട് കാണാം, പുതിയ സ്ഥലമായിട്ട് കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.